ഇന്ന് നമ്മളുടെ ക്ലാസ് ഐ മീ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അറിയണമെങ്കിൽ നിങ്ങൾ പ്രൊനൗൺ എന്താണെന്ന് പഠിക്കണം. പ്രൊനൗൺ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ഐ മീ, പിന്നെ ഐക്ക് മീയെ കുറിച്ച് വേറെ ഒരു സെപ്പറേറ്റ് ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല. പ്രൊനൗൺ കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഐ എന്താണെന്ന് മീ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഐ എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റ് പ്രൊനൗണും മീ എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് പ്രൊനൗണുമാണ്. അപ്പോഴെന്താണ് സബ്ജക്റ്റ് പ്രൊനൗൺ, എന്താണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ? ഇതൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ വരും. അപ്പൊ ലിങ്ക് ഇപ്പൊ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ ആ ഭാഗം കേട്ടിട്ട് നിങ്ങൾ പോകരുത്, അത് നിങ്ങൾ കേൾക്കണം. എന്നാൽ മാത്രമേ എന്താണ് സബ്ജക്റ്റ് പ്രൊനൗൺ, സബ്ജക്റ്റ് പ്രൊനൗൺ കുറേയുണ്ട്, ഒബ്ജക്റ്റ് പ്രൊനൗൺ കുറേയുണ്ട്, ഈ മീ മാത്രമല്ല കുറേയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രൊനൗൺ, മീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രൊനൗണുമാണ്. ഐയുടെ അർത്ഥം ഞാൻ എന്നാണ്, ഓർത്തു വെക്കുക. ഐയുടെ അർത്ഥം ഞാൻ എന്നാണ്. അപ്പോൾ ഞാൻ എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റൻസ് പറഞ്ഞേ. ഒരുപാട് സെന്റൻസുകൾക്ക് അറിയാം. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. പിന്നെ ഐ വെന്റ് ടു ദ സ്കൂൾ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഐ ലൈക്ക് കോഫി, എനിക്ക് കോഫി ഇഷ്ടമാണ്. ഈ ഐയുടെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ മീ ഞാൻ പറഞ്ഞല്ലോ അത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് എന്ന്. അപ്പോഴെന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്താണെന്നും പറഞ്ഞിട്ട് ഞാൻ കൃത്യം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് തരാം. നിങ്ങൾ അത് കേൾക്കാതെ പോകരുത്. എങ്കിൽ കേട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് സംശയം വരും എന്താണ് ഈ ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്നുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അവിടെ വരുന്നതാണ് മീ എന്നുള്ളത്. ക്ലിയർ ആയേ? അപ്പോ മീയുടെ അർത്ഥം എന്താണ്? എന്നെ, എനിക്ക്. അപ്പൊ ഐക്കും എനിക്ക് എന്ന അർത്ഥമില്ലേ? ഐക്കും എനിക്ക് എന്ന അർത്ഥമുണ്ട്, പക്ഷെ അതെന്താണ്? സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ എനിക്ക് എന്ന് അർത്ഥം പറയണമെങ്കിൽ ഐ അല്ല, അവിടെ നമ്മൾ മീ ആണ് ചേർക്കേണ്ടത്. എന്നെ, എനിക്ക് ആണ് അർത്ഥം. എന്നെ, എനിക്ക് എന്നാണ് മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്രൊനൗണിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന് പെട്ടെന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയ മീ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്തോ. അപ്പൊ ഞാൻ പറയാം, ഹി ഹെൽപ്ഡ് മീ. ഹി അവൻ, ഹെൽപ്ഡ് സഹായിച്ചു, മീ എന്നെ. ഹി ഹെൽപ്ഡ് ഐ എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നെ എന്ന് പറയാൻ നമുക്ക് മീ വേണം. സോ ഹി ഹെൽപ്ഡ് മീ എന്നാണ്. ഗീവ് മീ എ പെൻ, എനിക്കൊരു പേന തരൂ അല്ലെങ്കിൽ ഗീവ് മീ, എന്നെ, എനിക്ക് എന്നാണ് അർത്ഥം. അപ്പൊ എനിക്ക് തരൂ. ഗീവ് ഐ എന്നല്ല നമ്മൾ അവിടെ ഉപയോഗിച്ചത്, എനിക്ക് എന്ന് പറയാൻ നമ്മൾ മീ ആണ് അവിടെ ഉപയോഗിച്ചത്. രവി കോൾഡ് മീ, മീ എന്നെ വിളിച്ചു. എനിക്ക് എന്നുള്ള അർത്ഥമല്ല അവിടെ വന്നത്, എന്നെ. അപ്പൊ മീയുടെ അർത്ഥം എന്താണ്? എന്നെ എന്നാണ് അർത്ഥം. അത് എവിടെയാണ് നിന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ പ്രവൃത്തി സ്വീകരിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ടാണ് അവിടെ മീ പ്ലേ ചെയ്തത്. അപ്പൊ ഒന്നും കൂടി ക്ലൂ വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഐ നമ്മൾ ഉപയോഗിക്കുന്നത് വേർബിന്റെ മുൻപിൽ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ, ഐ ആം ഗോയിങ് ടു അല്ലെങ്കിൽ ഐ വിസിറ്റഡ്. അപ്പോൾ വേർബിന്റെ മുമ്പിലാണ് നമ്മൾ ഐ ഉപയോഗിച്ചത്. പക്ഷെ മീ നമ്മൾ ഉപയോഗിക്കുന്നത് വേർബിന് ശേഷമാണ്. ഗീവ് മീ, ഫോർഗെറ്റ് മീ, തിങ്ക് മീ, എന്താണെങ്കിലും അത് വേർബിന് ശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ടുള്ള മീ ഉപയോഗിക്കുന്നത്. അതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. വേർബിന് മുമ്പ് ഐയും വേർബ് കഴിഞ്ഞിട്ട് നമ്മൾ മീയുമാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, അത് തന്നെ കാരണം. ഇനി നമ്മൾ തെറ്റിക്കുന്ന ഐയും മീയും ഉപയോഗിച്ചിട്ട് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഞാനും അവനും പോയി എന്ന് പറയണം. അപ്പൊ നമ്മളിങ്ങനെ പറയും, പൊതുവേ നമ്മളിങ്ങനെ പറയും ജോൺ ആൻഡ് ഐ. അല്ലെങ്കിൽ ചിലവർ പറയും, ജോൺ ആണ് കേട്ടോ കൂടെ വന്നത്, അപ്പൊ പറയും ജോൺ ആൻഡ് മീ. ഇതിലേതാ ശരി? ഇത് ശരിയാണോ? അല്ലെങ്കിൽ ചിലവർ പറയും ഐ ആൻഡ് ജോൺ, അല്ലെങ്കിൽ പറയും മീ ആൻഡ് ജോൺ. ഇതിലേതാ ശരി? ജോണും ഞാനും സുഹൃത്തുക്കളാണെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു, ഐ ആൻഡ് ജോൺ ആർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ നമ്മുടെ കൂടെയുള്ള മറ്റേയാളെ ആദ്യം പറഞ്ഞിട്ട് വേണം നമ്മൾ പറയാൻ. ജോൺ ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. അവിടെ ജോൺ ആൻഡ് മീ എന്നല്ല, കാരണം മീയുടെ അർത്ഥം എന്താണ്?
എന്നെ അല്ലെങ്കിൽ എനിക്ക്, അങ്ങനെ ഒരു വാക്കല്ല, ഞാനും ജോണും എന്നാണ് അർത്ഥം. അപ്പോൾ ജോണിനെ നമ്മൾ ആദ്യം കൊടുത്തു, പിന്നെ നമ്മൾ ഐ കൊടുത്തു. ജോൺ ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. അപ്പൊ ആരെ കുറിച്ചാണോ, ആരൊക്കെ ഉണ്ടെന്നാണോ നമ്മൾ പറയുന്നത്, ആ ആൾക്കാരെല്ലാം ആദ്യം പറയുക. പിന്നെ ഞാനും എന്ന് പറയാൻ പിന്നെയാണ് ഐ ഉപയോഗിക്കേണ്ടത്. അവിടെ മീ അല്ല ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയേ? ഇനി പറയാണ്, ടീച്ചർ ജോണിനെയും എന്നെ വിളിച്ചു. ജോണിനെയും എന്നെയും വിളിച്ചു. ഇവിടെ വേർബ് പ്രവൃത്തി ചെയ്യുന്ന ടീച്ചറാണ്. ദ ടീച്ചർ കോൾഡ്, ആരെയൊക്കെയാണ് വിളിച്ചത്? ജോണിനെയും എന്നെയും ആണ് വിളിച്ചത്. അപ്പം അവിടെ വന്നത് ഒബ്ജക്റ്റ് ആണ്. ദ ടീച്ചർ കോൾഡ് ജോൺ ആൻഡ് മീ. ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഐ അല്ല ഉപയോഗിക്കേണ്ടത്, എന്നെയും. ദ ടീച്ചർ കോൾഡ് ജോൺ ആൻഡ് മീ. ദ ടീച്ചർ കോൾഡ് മീ എന്നല്ലേ നമ്മൾ പറയുന്നത്, എന്നെ വിളിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരാളും കൂടെ കൂട്ടി വന്നപ്പോൾ നമ്മളവിടെ ജോൺ ആൻഡ് മീ, ജോൺ ആൻഡ് ഐ എന്നല്ല വിളിച്ചത്, ജോൺ ആൻഡ് മീ എന്നാണ്. നമ്മൾ എന്നെയും ജോണിനെയും വിളിച്ചു. അവിടെ നമ്മൾ മീ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ടാണ് വെച്ചത്. അവിടെ നമ്മൾ ഐ അല്ല ഉപയോഗിച്ചത്. അപ്പൊ ക്ലിയർ ആയോ? ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, മീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അതെന്താണെന്ന് നിങ്ങൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ലിങ്കിൽ നിങ്ങൾ കേട്ട് പഠിച്ചു. ഇനി ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതും നിങ്ങൾ കേട്ട് പഠിച്ചു. ഇനി നമ്മൾ ഐ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് വരുന്നിടത്താണ്, വേർബിന്റെ മുമ്പിലാണ്. മീ ഉപയോഗിക്കുന്നത് വേർബിന് ശേഷമാണ്, കാരണം അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇനി രണ്ട് വ്യക്തികളെ, ഞാനും മറ്റേ ആളെ കുറിച്ചും പറയണമെങ്കിൽ ആ മറ്റേ ആളുടെ പേര് ആദ്യം പറയുക, പിന്നെ ഐ. ഇനി അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ മറ്റേ ആളെ ആദ്യം പറയുക, പിന്നെ മീ ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ 1-2 സെന്റൻസുകൾ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ എഴുതി നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിൽ എൻ്റെ നമ്പർ തരുന്നുണ്ട്, വാട്സപ്പ് നമ്പർ, നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതൊരു 30 ദിവസത്തെ ക്ലാസ് ആണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.